ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീണ്ടും ഒരു എർട്ടിക വണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഉള്ളിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ കുറച്ചധികം വർക്കുകൾ നമുക്ക് ഇതിൽ ചെയ്യാനുണ്ട്. അപ്പോൾ വർക്കുകൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം, എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ഞാനൊന്ന് പറയാം. അപ്പോൾ ഞാൻ ലിസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ലിസ്റ്റിൽ നോക്കിയിട്ട് വേണം പറയാനായിട്ട്, അല്ലെങ്കിൽ ഓർമ്മയിൽ നിൽക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ലിസ്റ്റ് എടുത്തത്. നമുക്ക് ഇതിൽ ചെയ്യാനുള്ള ഹെഡ്ലൈറ്റും ഒരു DRL നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഫോഗ് ലാമ്പ് DRL, പിന്നെ നല്ലൊരു ഹോൺ നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സൈഡ് ബീഡിങ്, എർട്ടികാന്ന് എഴുതിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു സൈഡ് ബീഡിങ്. പിന്നെ റെയിൻ ഗാർഡ് നമ്മൾ നോർമൽ റെയിൻ ഗാർഡാണ് നമ്മൾ വെക്കുന്നത്. പിന്നെ സ്പോയിലർ, ആംറസ്റ്റ്, നല്ലൊരു അടിപൊളിയായിട്ടുള്ള ബീജ് ബ്ലാക്ക് സീറ്റ് കവറ്. പിന്നെ സ്റ്റിയറിംഗ് കവർ നമ്മൾ ചെയ്യുന്നത് ബ്ലാക്കും അതേപോലെ തന്നെ ബീജും കൂടിയിട്ടാണ്. പിന്നെ ഒരു 70 മാറ്റ്, ബീജ് കളറിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു 70 മാറ്റ് നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാനുള്ള വർക്കാണ് ഒരു റൂഫ് റെയിൽ. ഇത്രയും വർക്കുകളാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് എന്റെ വർക്കും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. നമുക്ക് അതിന് തന്നെ ഒന്ന് വണ്ടിയുടെ ഉള്ളൊന്ന് കാണാം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഉള്ളു വരുന്നത്. അതിൽ സ്റ്റിയറിംഗ്, ഫസ്റ്റ് തന്നെ ഇതേ സ്റ്റിയറിംഗ് നമ്മൾ കവർ ഇട്ടുണ്ട് 50-50, ബീജ് പകുതി, ബീജ് ബ്ലാക്ക് പകുതി. സ്റ്റിയറിംഗിന്റെ പകുതി ഭാഗത്ത് ബീജ് കളറും പകുതി ഭാഗത്ത് ബ്ലാക്ക് ഉള്ള ഒരു സ്റ്റിയറിംഗ് കവർ നമ്മളെ ഓൾറെഡി സ്റ്റിച്ചിങ് കഴിഞ്ഞു. അതേപോലെ തന്നെ സീറ്റുകൾ ഫുള്ള് നമ്മൾ ഇതിൽ ഊരിയിട്ടുണ്ട്. ബാക്കിലെ സീറ്റിന്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിലെ സീറ്റ് ഭാഗം കഴിഞ്ഞു. ബാക്കിലെ ചാരുഭാഗവും ചെയ്യാനുണ്ട്. സീറ്റിന്റെ അടിഭാഗം രണ്ടും കഴിഞ്ഞിട്ടുണ്ട്. സീറ്റ് ഭാഗം, ചാരുഭാഗം നമുക്ക് ചെയ്യാനുണ്ട്. ബാക്കി വർക്കുകൾ നമുക്ക് കാണാം. അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടി വരുന്നത് കേട്ടോ. അതിന് ഫോഗ് ലാമ്പ് ഓൾറെഡി അതുമോ വരുന്നുണ്ട്. നമ്മൾ സെപ്പറേറ്റ് ഫോഗ് DRL മാത്രം നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. അതേപോലെ തന്നെ ഹെഡ്ലൈറ്റിന്റെ മുകളിലേക്ക് ഒരു DRL നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ സീറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതേപോലെ വിൻഡോ ഗാർണിഷ്, ലോവർ, പിന്നെ നമുക്ക് വരുന്നത് റൂഫ് റെയില്. വേണ്ട സ്റ്റിയറിംഗ് ഞാൻ നേരത്തെ കാണിച്ചതാണ്. ഫ്രണ്ടില് നമ്മൾ സ്റ്റിയറിംഗ് കവർ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കവർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിലെ വർക്കുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ബാക്കിലെ സീറ്റിന്റെ ചാരുഭാഗം ഏതാണ്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ചെയ്യേണ്ട വർക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് റൂഫ് റെയില്, സ്പോയിലർ, അതേപോലെ തന്നെ സീറ്റിന്റെ വർക്കുകൾ, ബാക്കി സീറ്റിന്റെ വർക്കുകൾ അവിടെ ഫ്രണ്ടിലെ സീറ്റിന്റെ വർക്ക് കഴിഞ്ഞു. മറ്റേ സീറ്റിന്റെ ഫ്രണ്ടിൽ തന്നെ മറ്റേ സീറ്റ് രണ്ടാമത്തെ സീറ്റിന്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സീറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീജും ബ്ലാക്കും കൂടിയിട്ടുള്ള കോമ്പിനേഷനിലാണ് നമ്മൾ സീറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ സെയിം ഡിസൈനിലുള്ള സീറ്റ് നമ്മൾ വളരെയധികം ഇരട്ടിക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബാക്കി വർക്കുകളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് കാണാം. നമ്മള് DRL അവിടെ ഓൺ ചെയ്തിട്ടുണ്ട്. ഫോഗ് ലാമ്പ് DRL, അതേപോലെ തന്നെ ഹെഡ്ലൈറ്റിന്റെ മുകളിലേക്കുള്ള DRL നമ്മളവിടെ ഓൺ ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ അടക്കമാണ് നമുക്ക് അതിൽ വരുന്നത്. ഇപ്പൊ ഹസാർഡോ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യണമെങ്കിൽ ആ സൈഡിലേക്ക് അത് ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കും. അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ആണിത്. വണ്ടിക്ക് നല്ല ഷോ വരുന്ന ഒരു ഐറ്റം കൂടിയാണ്. നമുക്ക് ഈ ഫോഗ് ലാമ്പ് DRLന് നമുക്ക് റേറ്റ് കൂടുതലാണ്. പക്ഷെ നമ്മുടെ ഹെഡ്ലൈറ്റ് DRLന് റേറ്റ് കുറവാണ്. ഫോഗ് ലാമ്പ് DRL നമുക്ക് വരുന്ന റേറ്റ് 4000 രൂപയാണ് നമുക്ക് വരുന്നത്. ഈ 3800 ആയിരുന്നു, ഇപ്പൊ 4000 രൂപയായി. അതേപോലെ ഹെഡ്ലൈറ്റ് DRL നമുക്ക് വരുന്നത് 1800 രൂപയാണ്. അതേപോലെ തന്നെ വിൻഡോ ഗാർണിഷ് ലോവർ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ വിൻഡോ ഗാർണിഷ് ലോവർ ആണ് നമുക്ക് അതിൽ വരുന്നത്. അതേപോലെ തന്നെ നല്ലൊരു ആംറസ്റ്റ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സീറ്റിന്റെ വർക്ക് കഴിഞ്ഞ് സീറ്റൊക്കെ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് വേണ്ടി വരാം. സീറ്റിന്റെ ഉള്ളിലേക്ക് കയറ്റി അതാണ് ആംറസ്റ്റ് വരുന്നത്. സെന്ററിൽ വരുന്ന റേറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു ആംറസ്റ്റ് 1800 നമുക്ക് അതിൽ വരുന്നുള്ളൂ. അതേപോലെ ഇതേ അടിയിൽ നമ്മൾ 70 മാറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഗ്രാസ് മാറ്റ് പോലെ ഒരു പുല്ല് മാറ്റ് സെന്ററിൽ വരാൻ നമുക്ക് ഊരിയെടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റും. പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് തട്ടി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്യാം. അതല്ലെങ്കിൽ വെള്ളം അടിച്ചത് കഴുകും ചെയ്യാം പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ. അതിനുശേഷം അതേപോലെ തന്നെ അതിൽ വെക്കാം. ബാക്കി ഭാഗത്ത് എന്തെങ്കിലും മണ്ണോ പൊടി ഉണ്ടെങ്കിൽ നമുക്ക് തുണി നനച്ച് അത് എടുക്കുകയും ചെയ്യാം. ഓട്ടോടെക് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ് നമുക്ക് ഈ 70 മാറ്റ് വരുന്നത്. അതേപോലെ തന്നെ ഓട്ടോ ടച്ചിന്റെ ഒരു 70 മാറ്റ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടുണ്ടായിരുന്നു. എർട്ടിയർ ഒരു വണ്ടിയിൽ ചെയ്തത്. അത് ഓട്ടോ ടച്ച് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇത് ഓട്ടോ ടെക് ആണ്. 2-3 കമ്പനികൾ വരുന്നുണ്ട്. രണ്ടും നല്ല ക്വാളിറ്റിയുള്ള കമ്പനിയാണ്. അതേപോലെ ആംറസ്റ്റ് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ആംറസ്റ്റ് നമുക്ക് ഒറിജിനൽ ആംറസ്റ്റ് നമുക്ക് വരുന്നുണ്ട്. 7000 രൂപയാണ് നമുക്ക് ഒറിജിനൽ ആംറസ്റ്റിന് വരുന്നത്. ഇപ്പൊ ഇതിൽ നമ്മൾ വെച്ചിരിക്കുന്ന സാധാരണ ആംറസ്റ്റ് ആണ്. ഇതിന് നമുക്ക് റേറ്റ് കുറവ് 1800 രൂപ നമുക്ക് ഇതിന് റേറ്റ് വരുന്നുള്ളൂ. അപ്പൊ സീറ്റ് നല്ല അടിപൊളിയായിട്ട് തന്നെ സീറ്റിന്റെ വർക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ബീച്ച് കളർ എപ്പോഴും എർട്ടിക്ക് ബീച്ച് കളർ വളരെ മാച്ചുള്ള കളറൊന്നും മാത്രമല്ല, ഒരു പ്രീമിയം ലുക്ക് വണ്ടിക്ക് ഉള്ളിലേക്ക് ഒരു പ്രീമിയം ലുക്ക് വരുന്നൊരു കളറും കൂടിയാണ് ബീച്ച് കളർ. അതേപോലെ വിൻഡോ ഗാർണിഷ് ലോവർ ഇതേ ലാസ്റ്റ് നമ്മുടെ ക്വാർട്ടർ ഗ്ലാസ് മിക്ക് ഉൾപ്പെടെയാണ് നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത്.
അപ്പൊ ബാക്കിലെ സീറ്റ് കൂടി നമുക്കൊന്ന് കാണാം. സെക്കൻഡ് റോയിലെ സീറ്റിന്റെയും അതുപോലെ തന്നെ തേർഡ് റോയിലെ സീറ്റിന്റെ വർക്കിന് വേണ്ടി നമ്മൾ സീറ്റ് അതിന്റെ ഉള്ളിൽ നിന്ന് ഊരിയെടുക്കാറില്ല വണ്ടിയുടെ ഉള്ളിൽ. അത് ഉള്ളിൽ വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ബാക്കിലേക്ക് വരുമ്പോൾ നമ്മള് സ്പോയിലറും അതേപോലെ തന്നെ റൂഫ് റെയിലും. സ്പോയിലർ ശരിക്കും ABS മെറ്റീരിയൽ ബോഡി കളർ, ബോഡിയോട് ചേർന്നിട്ടുള്ള സെയിം കളർ ഇട്ടാ, കളറിലൊന്നും ഒരു മാറ്റം വരില്ല. അതിന് നമുക്ക് 3600 രൂപയാണ് നമുക്ക് ഈ സ്പോയിലറിന് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് റൂഫ് റെയിലിന് വരുന്നത് 3600 തന്നെയാണ്. അതേപോലെ ബാക്കിലേക്ക് നമ്മൾ ഇതിലുമ ക്രോമുകളൊന്നും ഒട്ടിച്ചിട്ടില്ല. അതേപോലെ ഇത് നോക്കിയാൽ ഏറ്റവും വണ്ടിക്ക് ഷോ വരുന്ന ഒരു ഐറ്റാണ് സൈഡ് ബീഡിങ്. അത് എർട്ടിഗാന്ന് എഴുതിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൈഡ് ബീഡിങ്. അതിന്റെ പ്രത്യേകത ബ്ലാക്കിൽ ക്രോം വരുന്നതാണ്. ബ്ലാക്ക് വിത്ത് ക്രോം ആണ് നമുക്ക് സൈഡ് ബീഡിങ് വരുന്നത്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്നറിയില്ല, നമ്മുടെ 70 മാറ്റിന് നമുക്ക് 6500 രൂപയാണ് നമുക്ക് 70 മാറ്റിന് നമുക്ക് റേറ്റ് വരുന്നത്. അപ്പോ 70 മാറ്റും ബീച്ച് കളർ തന്നെ, സീറ്റിന് മാറ്റായിട്ടുള്ള ബീച്ച് കളർ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല ഡിക്കിയിലേക്കും കൂടി നമുക്ക് ഇതില് മാറ്റ് വരുന്നുണ്ട്, പീസ് 70 മാറ്റിന്റെ പീസ് വരുന്നുണ്ട്. പക്ഷെ അത് എല്ലാ കമ്പനിയും ഓട്ടോ ടച്ച് എന്നുള്ള കമ്പനിയുടെ ഡിക്കിയിലേക്ക് വരുന്നില്ല. ഇതിന് ഈ ഓട്ടോ ടക്കിന് ഡിക്കിയിലേക്കും കൂടി വരുന്നുണ്ട്. പക്ഷെ അതെന്താ കാരണം എന്ന് വെച്ചാൽ ചില ടൈമിൽ നമുക്ക് ഈ ഓട്ടോ ടക്കിന്റെ ചിലപ്പോൾ കിട്ടാറില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓട്ടോ ടച്ചിന്റെ എടുക്കണത്. അപ്പൊ നമ്മുടെ വണ്ടിയുടെ വർക്കുകൾ ഫുള്ള് കഴിഞ്ഞു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിൻഡോ ഗാർണിഷ്, ലോവർ, അതേപോലെ ഫ്രണ്ടില് ഫോഗ് ലാമ്പ്, ഹെഡ്ലൈറ്റ്, DRL, സീറ്റ് കവർ, 70 മാറ്റ്, സ്റ്റിയറിംഗ് കവർ, ബാക്കിലേക്ക് സ്പോയിലർ, അതേപോലെ മുകളില് റൂഫ് റെയില്. ഇത്രയും വർക്കുകൾ നമ്മളിതിൽ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ വർക്കുകൾ തീർന്നു. ഒരു കാലത്ത് നമുക്ക് ഈ വണ്ടി വന്നേക്കുന്നത് കോഴിക്കോട് നിന്നാണ് കേട്ടോ. കോഴിക്കോട് നിന്ന് വന്നിട്ടുള്ള വണ്ടിയാണ്. അവരതൊക്കെ വണ്ടി ഇവിടെ കൊണ്ടുവന്നു. അവർ പോയി തൃശ്ശൂർ പോയി കറങ്ങി ഒരു 6 മണിയാകുമ്പോഴേക്കും നമ്മുടെ വണ്ടിയുടെ വർക്ക് കഴിഞ്ഞ് നമ്മുടെ വണ്ടി കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഓക്കെ, ഇതേപോലെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.